എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉള്ളവരാണോ? പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ ഹരിതകർമ്മ യൂസർ ഫീ നൽകുന്ന കാർഡ് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നിരവധി സഹായങ്ങളുടെ അപേക്ഷകൾ ആരംഭിക്കുകയാണ്. രണ്ടാം ഘട്ട ഗ്രാമസഭകൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചു. പഞ്ചായത്ത് ഇലക്ഷന് ശേഷം ഒന്നാം ഘട്ട ഗ്രാമസഭകൾ കഴിഞ്ഞിരുന്നു. പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ഗ്രാമസഭകളാണ് നടക്കുന്നത്. ഇത് പ്രകാരം പുതിയ പദ്ധതികൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഗ്രാമസഭകളിലൂടെ അറിയാൻ കഴിയും. വ്യക്തിഗത ആനുകൂല്യങ്ങൾ, പ്രായമായവർക്കുള്ള ആനുകൂല്യങ്ങൾ, ഗ്രൂപ്പുകൾക്കുള്ള ആനുകൂല്യങ്ങൾ, വീടിനുള്ള സഹായങ്ങൾ ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നമുക്ക് ലഭിക്കുക. ഇതിനെല്ലാം നമുക്ക് അപേക്ഷ വെക്കാൻ കഴിയും. ഒരു വ്യക്തിക്ക് ഒരു അപേക്ഷ, ഒന്നിൽ കൂടുതൽ അപേക്ഷ, ഇങ്ങനെ തരം അപേക്ഷകൾ വെക്കാൻ കഴിയും. നിലവിൽ പദ്ധതികളിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആധാർ കാർഡ്, റേഷൻ കാർഡ്, പുതുതായിട്ട് ഹരിതകർമ്മ യൂസർ ഫീ നൽകുന്ന കാർഡിന്റെ കോപ്പി, ഇവ മുഖാന്തരമാണ് അപേക്ഷ നൽകേണ്ടി വരുന്നത്. ഇനി ആ ഒരു കാർഡിന്റെ കോപ്പി നൽകിയില്ലെങ്കിൽ പോലും ഹരിതകർമ്മ യൂസർ ഫീ നൽകാത്തവർക്ക് ആനുകൂല്യം ലഭിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പദ്ധതിയിലൂടെ നിരവധി സഹായങ്ങളാണ് ലഭിക്കുക. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഊന്നുവടി വിതരണം, പ്രായമാർക്കുള്ള കട്ടിൽ വിതരണം, കമ്പിളിപ്പുതപ്പ്, കണ്ണട നൽകുന്ന പദ്ധതി, മന്ദഹാസം പദ്ധതി പോലെ ദന്തനിര പല്ലുകൾ മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, ഭിന്നശേഷിക്കാർക്ക് 3 ചക്ര വാഹനങ്ങൾ, അതുപോലെ തന്നെ വീൽചെയർ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ, ഇവയെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ഇത്തരം അപേക്ഷകളിലൂടെയാണ് ലഭിക്കുക. മറ്റൊന്ന്, കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ, കന്നുകുട്ടി പരിപാലനവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ, ആട്ടിൻകൂട്, പശുത്തൊഴുത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ, ആട്, കോഴി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, വീടിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള സഹായങ്ങൾ, കിണറിന് അൽമറ കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, കിണർ റീചാർജിംഗ് പോലുള്ള സഹായ പദ്ധതികൾ, ഇവയെല്ലാം ഇതിലൂടെയാണ് ലഭിക്കുക. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും പദ്ധതികളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ തദ്ദേശ സ്ഥാപനവുമായിട്ട് അല്ലെങ്കിൽ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഗ്രാമസഭ എന്താണ് എന്ന് കൃത്യമായി അറിയുകയും അതിൽ പങ്കെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഇനി അഥവാ നിങ്ങളുടെ പ്രദേശങ്ങളിലെ വാർഡുകളിലെ ഗ്രാമസഭകൾ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വാർഡ് സഭകൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ മെമ്പറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഏതൊക്കെയാണ് അപേക്ഷാ ഫോം ഉള്ളത്, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പദ്ധതിയുടെ അപേക്ഷാ ഫോം വാങ്ങുകയും പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.